അത് തെറ്റാണ്. അതങ്ങേറ്റം അത് തെറ്റായ സംഗതിയാണ്. പരിസ്ഥിതി ദിനത്തിൽ സംഭവിച്ചത് വായനാ ദിനത്തിലും വീണ്ടും സംഭവിച്ചു. അങ്ങനെ തന്നെ ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കത്തുള്ളൂ. സംഭവം രാജ്ഭവനിൽ നടന്ന കാര്യമാണ്. രാജ്ഭവനിൽ ഇന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു. പരിപാടിയിൽ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നൽകേണ്ടിയിരുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി അവിടെ എത്തിയപ്പോഴത്തേക്കും കണ്ട കാര്യം, ആർഎസ്എസിൻ്റെ പരിപാടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ രാജ്ഭവനിലെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അവിടെ വെച്ച് തന്നെ വിദ്യാഭ്യാസ മന്ത്രി വിഷയം കൊണ്ട് തൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തി അന്തസ്സില്ലാത്ത പരിപാടിയാണെന്ന് പരസ്യമായി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. അതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായ ഒരു വിശദീകരണവും വ്യക്തമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇപ്പോൾ അതിനുശേഷം വ്യവസായ നിയമമന്ത്രി പി രാജീവനോട് ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് ഇതിന് നിയമവശം കൂടി പറയുന്നുണ്ട്. മാത്രമല്ല തെറ്റായ കാര്യമാണ് ഗവർണർ ചെയ്തതെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. മന്ത്രി പി രാജീവൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ നിലപാട് പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ സംഭവം തിരുത്തുമെന്ന് രാജ്ഭവൻ അറിയിച്ചതാണ്. അതിനുശേഷം പിന്നെ അദ്ദേഹം നിലപാട് പറയുകയും ചെയ്തതാണ്. അതിനുശേഷം പിന്നെ വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ തന്നെ ആരംഭിച്ചു, രഹസ്യമായി ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെയധികം വ്യക്തമായ വിമർശനാത്മകമായി തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ചാണ് മന്ത്രി പി രാജീവ് ഇവിടെ വ്യക്തമാക്കുന്ന വ്യവസായ മന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, നമ്മൾ ഓരോ സ്ഥലങ്ങൾ വഹിക്കുന്ന പദവികൾ അതിനനുസരിച്ച് വേണം ഓരോ നിലപാട് സ്വീകരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് രാജ്ഭവൻ നമ്മുടെ ഭരണഘടനാ പദവിയുള്ള സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ ഭരണഘടന അനുശാസിക്കുന്ന ചിഹ്നങ്ങൾ, അടയാളങ്ങൾ അതാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടുകളുണ്ടാകാം. അത് സ്വകാര്യമായി തന്നെ സൂക്ഷിക്കാനുള്ള പൂർണ്ണമായ അവകാശം ഉണ്ട്. പക്ഷേ പൊതുപരിപാടികളിലും രാജ്ഭവനും അത്തരം ഇതിൻ്റെ പ്രചാരവേദിയായി ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി തന്നെ തെറ്റാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിനെതിരാണ്. അത് ഒരിക്കൽ ആ പ്രശ്നമുണ്ടായി, അതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും അത്തരം പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്ഭവനെയും കാണുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അതുകൊണ്ടാണ് ഇത്തരം ചടങ്ങുകളെല്ലാം അവിടെയും നടക്കണം ആ കാഴ്ചപ്പാടുകൾ വരുന്നത്, ഗവർണർ പങ്കെടുക്കുന്ന ചില ചടങ്ങുകൾ. അപ്പോൾ അതിലെല്ലാം ഒരു കാരണവശാലും സംസ്ഥാനത്തിൻ്റെ ചടങ്ങുകളാകാം, ഭരണഘടനാപരമായിട്ടുള്ള ചടങ്ങുകളാണെങ്കിൽ ഒരു കാരണവശാലും അത് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കും അത് തുറന്ന് സമ്മതിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെയും ഔദ്യോഗിക പരിപാടികളിലും അത്തരത്തിലുള്ള ഒരു കാര്യവും ഉപയോഗിക്കാൻ പാടില്ല. RSSൻ്റെ നിലപാടുകളല്ല നമ്മുടെ രാജ്യം അംഗീകരിച്ചിട്ടുള്ളത്. ഭരണഘടന ചർച്ച ചെയ്ത് പതാക അംഗീകരിക്കുന്ന ഘട്ടത്തിൽ ആ പതാക ശരിയല്ല എന്നായിരുന്നു ഓർഗനൈസറിൻ്റെ മുഖപ്രസംഗം തന്നെ. 3 ത്രിവർണ്ണാണല്ലോ, 3 എന്നുള്ളത് തന്നെ അശുഭമാണ്, ഈ 3 കളറുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, കാവിക്കൊടിയാണ് എന്നതായിരുന്നു അന്നത്തെ വാദം. ആ വാദം തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നത്. അത് തെറ്റാണ്. അത് ശരിയായ രൂപത്തിൽ ഭരണഘടനാനുസൃതമായി കാര്യങ്ങൾ എടുക്കാൻ, നിലപാട് സ്വീകരിക്കാൻ ഗവർണർ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അത് തെറ്റാണ്. അതങ്ങേറ്റം അത് തെറ്റായ സംഗതിയാണ്. കാരണം രാജ്ഭവൻ ഇപ്പോൾ മുഖ്യമന്ത്രി രാഷ്ട്രീയം ഉണ്ടാവും, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും, ഗവൺമെൻറ്റിന് രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷെ നമ്മളൊരു ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഔദ്യോഗിക ചടങ്ങുകൾക്കനുസരിച്ച് നമുക്ക് നിലപാട് സ്വീകരിക്കാൻ പാടുള്ളൂ. അദ്ദേഹം അത് തിരുത്തേണ്ടതാണ്. ഭരണഘടനാപരമായി പദവിയിൽ ഇരിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനായിട്ട് ഗവർണർ തയ്യാറാകേണ്ടതുണ്ട്.